എക്സാലോജിക് എന്ന പേരുവെച്ച് ദുസൂചന നൽകി വീണ തൈക്കണ്ടിക്കെതിരെ തോമസ് ഐസക്കിനെതിരെ വാർത്ത എഴുതിയ മലയാള മനോരമ. അത് ഏറ്റുപിടിച്ച് വാർത്താസമ്മേളനം നടത്തിയ ഷോൺ ജോർജ്, അത് വള്ളിപ്പുള്ളി തെറ്റാതെ വാർത്തയാക്കിയ മനോരമയടക്കമുള്ള മറ്റു മാധ്യമങ്ങൾ ഉത്തരം പറയേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. അബുദാബിയിൽ കോടികളെത്തിയ അക്കൗണ്ട് വീണയുടേതാണെന്ന് ഇന്നും പറയാൻ തയ്യാറാകുമോ? അത് ഏറ്റുപിടിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണോ? അക്കൗണ്ട് വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടെന്താ എന്ന് ഷോൺ പറയണം. ഷോണിൻ്റെ ഹർജിയുടെ കഥ തന്നെ കഴിഞ്ഞു. PC ജോർജിൻ്റെ മകനും BJP-കാരനുമായ ഷോൺ പറഞ്ഞത് ഏറ്റുപിടിച്ച പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എന്തു പറയുന്നു എന്നറിയാനും താല്പര്യമുണ്ട്. ഇന്ന് നെടുമ്പാശ്ശേരിയിൽ മാധ്യമങ്ങളെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് വിഷയം കത്തിച്ചു പിടിച്ചു നിർത്താൻ തുനിയാതിരുന്നത്? പതിവ് കാരണം തന്നെ. വിവാദം ലക്ഷ്യമിട്ട് മെനഞ്ഞ കഥ പൊളിഞ്ഞു. യാഥാർത്ഥ്യം നാട്ടുകാർക്ക് മനസ്സിലായി. കോടികളെത്തിയ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ട് വീണയുടെ കമ്പനിയായിരുന്ന എക്സാലോജിക് സൊല്യൂഷൻസിൻ്റേത് അല്ല. 15 വർഷമായി പ്രവർത്തിക്കുന്ന എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനിയുടേതാണ്. അബുദാബിയിൽ ഒരു എക്സാലോജിക് ഉണ്ടെന്ന് ആരോ എവിടെയോ പറഞ്ഞത് കേട്ട് ചാടി പുറപ്പെട്ട ഇടതുവിരോധികളുടെ സ്വാഭാവിക തോൽവി.